നിങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുസോൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം ബിഗ് ബോസ് ഒക്കെ നടക്കില്ലേ, ബിഗ് ബോസിനെ കുറിച്ചൊരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് റിവ്യൂ അറിയാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോണ അനുമോളെ കുറിച്ചാണ്. അനുമോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞു നടക്കുന്ന ഒരു ആളായിട്ടൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, അവിടെ ഇവിടെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാച്ചിപ്പാവെന്നൊരു പാവയൊക്കെ എടുത്തുകൊണ്ട് നടക്കുക, ഭയങ്കര കുഞ്ഞു കുട്ടീനെ പോലെ പെരുമാറുക, എന്ത് പറഞ്ഞാലും ഫണ്ണ്. ജിസേലിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവള് എപ്പോഴും എന്തൊക്കെ പറയുകയാണേലും പറയത്തുള്ളൂ. എന്നിട്ട് പുതിയ ഓരോ കഥകൾ പറയുക, എന്നിട്ട് ജിസേലിനെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുക. ഇതാണ് അനുമോളുടെ മെയിൻ പരിപാടി ബിഗ് ബോസിൽ. സത്യം പറഞ്ഞാൽ ഈ അനുമോളൊക്കെ ആദ്യം തന്നെ ഔട്ടാക്കണ്ടായിരുന്നു, ഇപ്പോഴും പിടിച്ചു നിർത്തിയേക്കുന്നേ. ഇതാണ് എനിക്ക് അനുമോളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോണത് ജിസേലിനെ കുറിച്ചാണ്. ജിസേൽ എന്ന് പറഞ്ഞൊരു ഗുഡ് പ്ലെയർ. ഇപ്പൊ ആർക്കും വലുതായിട്ടൊന്നും അറിയത്തില്ലായിരിക്കും ജിസേലിനെ കുറിച്ച്. എന്നാലും ജിസേൽ നല്ലൊരു പ്ലെയർ ആണ്, നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ അറിയത്തൊന്നുമില്ല, നല്ല സ്ട്രോങ് പ്ലെയർ ആയിട്ട് എല്ലാത്തിലും പങ്കെടുക്കും. എപ്പോഴും എന്ത് ഗെയിം ഉണ്ടെങ്കിലും നന്നായിട്ട് നയിക്കും. കിച്ചൺ ടീമിലാണെങ്കിലും എന്ത് ടീമിലാണെങ്കിലും ജിസേൽ നന്നായിട്ട് തന്നെ പങ്കെടുക്കും. ജിസേലിനായിരിക്കണം ഇപ്രാവശ്യത്തെ കപ്പ് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് മാത്രമല്ലാതെ എല്ലാ ടീമിലും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ള ആളാണ് ജിസേൽ. പിന്നെ ഇതെങ്ങനെയുണ്ട്, എൻ്റെ തലയിൽ പുതിയ സാധനമാണ്. പിന്നെ എന്ന് വെച്ചാൽ ജിസേൽ ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻ ആണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ജിസേൽ നല്ലൊരു പ്ലെയർ ആണ്. ഇത്രയുള്ളൂ ജിസേലിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ ഷാനവാസിനെ കുറിച്ചാണ്. ഷാനവാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മീശയും പിരിച്ച് ഇങ്ങനെ താടിയും കാണിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ്. എല്ലാവരും കൊണ്ടും ഭയങ്കരമായിട്ട് പേടിക്കണം. അതാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. ഒന്നിലും വലിയ ആക്റ്റീവാണ്, ചിലർ ആക്റ്റീവ് അല്ല, എവിടെയെങ്കിലൊക്കെ പോയി മാറിപ്പോയിരുന്നു. എപ്പോഴും ഒരു ഓഫായിരിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്തോന്ന് എനിക്കറിയത്തില്ല, ഇത് എൻ്റെ മാത്രം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് അറിയത്തില്ല എനിക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ഇത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഓക്കെ, ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് വെച്ചാൽ ആദില നൂറിനെ കുറിച്ച്. ആദില നൂറെന്ന് വെച്ചാൽ എപ്പോഴും അനുമോട് തന്നെ പുറകെ നടക്കുക, അനുമോടെ നിഴലായി ഇങ്ങനെ നടക്കുന്ന പ്ലേയേഴ്സാണ്. ബിഗ് ബോസും ലാലട്ടനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 2 പ്ലേയേഴ്സായിട്ട് കളിക്കാൻ. എന്നിട്ടും ഇപ്പോഴും ഒരു പ്ലേയേഴ്സിനെ കുറിച്ച് പോലെയാണ് അവർ കളിക്കുന്നത്. അവരുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ മാറിയിരിക്കും. ഈ നൂറൊക്കെ എപ്പോഴും അനുമോട് തന്നെ പറയുന്നത് ജിസേലിനെ കുത്തി പറയാണ്. ഇവരാണെങ്കിൽ ഭയങ്കര ഗുണ്ടകളെ കൂട്ടാണ് എനിക്ക് ഇവരെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഇഷ്ടമല്ല. നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല, എനിക്കിഷ്ടമല്ലെന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറയണമെന്ന് വെച്ചാൽ അനീഷിനെ കുറിച്ചാണ്. അനീഷ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലെയർ ആണ്. വന്ന സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാ ടാസ്കിലും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്ലെയർ ആണെന്ന് തന്നെ പറയാം നമുക്ക്. അനീഷ് അല്ലെങ്കിൽ ജിസേൽ, ഇവർ രണ്ടുപേരും ആരെങ്കിലും കപ്പടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവർ രണ്ടുപേരെയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലെയേഴ്സ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ഇനി തുടർന്ന് തന്നെ ബിഗ് ബോസിൽ എപ്പിസോഡിലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ലാതെ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാന്ന് നിങ്ങൾ പറയുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. ഓക്കെ, നിങ്ങൾ ഇതിന് എന്നാണെങ്കിലും മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.